മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. ശബരിമലയിലെ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് വിറ്റത് 15 ലക്ഷം രൂപയ്ക്ക്. ശബരിമലയുടെ പേരിൽ പലപ്പോഴായി 70 ലക്ഷത്തിലധികം രൂപ ഉണ്ണികൃഷ്ണൻ പോറ്റി വാങ്ങിയെന്നും ഗോവർദ്ധൻ. കഴിഞ്ഞ ദിവസം ഗോവർദ്ധൻ SITക്ക് മുന്നിൽ ഹാജരായി തെളിവുകൾ കൈമാറി. കൊച്ചിയിൽ നിന്നും ബിനിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, ഗുഡ് മോർണിംഗ്. നിർണായകമായ വിവരം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നമ്മൾ പുറത്തുവിടുകയാണ്. എന്താണ് ഈ സ്വർണം ചെയ്തത് എന്നത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് മുന്നിലേക്ക് വരുമ്പോഴാണ് ഗോവർദ്ധൻ നിർണായകമായ മൊഴി നൽകിയിരിക്കുന്നത്. 15 ലക്ഷം രൂപയ്ക്ക് സ്വർണം വിറ്റു, പലപ്പോഴും 70 ലക്ഷത്തിലധികം രൂപ വാങ്ങിയിട്ടുണ്ടതും ശബരിമലയുടെ പേരിലല്ലേ. ഇയാളെ എന്തിനാണ് ശബരിമലയിൽ നിർത്തിയത് എന്നതുൾപ്പെടെയുള്ള ഓരോ കാര്യങ്ങൾക്ക് പിന്നിലും ഇതായിരുന്നു. ശബരിമലയുടെ പേരിൽ ഇങ്ങനെ പണം കൈപ്പറ്റിക്കൊണ്ടേയിരിക്കുന്നു. എന്താണ് SITക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ? പൂജ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ശബരിമല സന്നിധാനത്ത് ഓരോ കാലത്തും ഓരോരോ അവതാരങ്ങൾ പ്രത്യക്ഷപ്പെടും. ഇവരെല്ലാം സഹായിക്കാനായി പല സംവിധാനങ്ങളും അവിടെയുണ്ട്. പല ഉന്നതരായ ആളുകളുമാണ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുമൊക്കെ പിന്നിലുള്ളത്. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയേക്ക് സന്നിധാനത്ത് മറ്റാർക്കും ഇല്ലാത്ത വിധം വലിയ പരിഗണനകൾ നൽകി വരുന്നു. ആ ഒരു പരിഗണനയുടെ ഭാഗമായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാരെ പല തരത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള അവതാരങ്ങൾ സ്വാധീനിക്കുന്നത്. ഇത്തരത്തിൽ പുറത്തു നിന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയ്യപ്പ ദർശനം, നല്ല രീതിയിലൊരു അയ്യപ്പ ദർശനം കിട്ടുക എന്നതാണ്. അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്ത് അവരെയൊക്കെ സ്വാധീനിച്ച് പല തരത്തിൽ കീഴ്പ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ഇത്തരത്തിലുള്ള വലിയ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ ശബരിമല സന്നിധാനത്തെ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട് പല തവണയായി ഏതാണ്ട് 60 പവനോളം സ്വർണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഗോവർദ്ധനിൽ നിന്ന് വാങ്ങിയെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് ഉരുക്കി അതിലെ സ്വർണം മാറ്റിയെടുത്ത ശേഷം ബാക്കി വന്ന സ്വർണം ഏതാണ്ട് 476 ഗ്രാമോളം സ്വർണം, ആ സ്വർണം പിന്നീട് ഒരു ഘട്ടത്തിൽ ഗോവർദ്ധന് തന്നെ കൊടുത്ത് ഗോവർദ്ധന്റെ നിന്ന് പണം വാങ്ങുകയാണ്. 15 ലക്ഷത്തോളം രൂപയാണ് 2019-20 ആ ഒരു സമയത്ത് ഗോവർദ്ധന്റെ നിന്ന് ഈ സ്വർണം നൽകി വാങ്ങിയത്. ആ സ്വർണമാണ് പിന്നീട് SIT കഴിഞ്ഞ ദിവസം ബെല്ലാരിയിലെത്തി കണ്ടെടുക്കുകയും ചെയ്തത്. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാകുന്നത് ഈ സ്വർണം ഏത് രീതിയിലാണ് ശബരിമലയിലെ ഈ ബാക്കി വന്ന സ്വർണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൈകാര്യം ചെയ്തത് എന്നതാണ്. അതായത് വിറ്റ് പണമാക്കിയെടുക്കുകയാണ് ചെയ്തത്. അവിടെ പോലും അയ്യപ്പ വിശ്വാസത്തെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ളവർ ഈ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതാണ്. വലിയ ഭക്തന്മാരായ ആളുകളുടെ അടുത്ത് നിന്ന് അവരിൽ നിന്ന് ഇത്തരത്തിൽ പല രീതിയിൽ പണം വാങ്ങിയെടുക്കുകയാണ്. ഈ ഗോവർദ്ധന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 15 ലക്ഷത്തോളം രൂപ ഈ സ്വർണം കൊണ്ടുപോയി കൊടുത്ത് ആ പണം വാങ്ങിയെടുക്കുന്നു. അതിനുശേഷം ഈ പല തവണയായി ശബരിമലയിലെ പല ആവശ്യങ്ങളുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വാങ്ങിയെടുക്കുന്നു. പല പൂജകളുടെ പേരിലാണ് ഈ പണമൊക്കെ വാങ്ങിയെടുക്കുന്നത്. അവിടെ ഈ ഗോവർദ്ധനെ പോലെയുള്ള പലരെയും പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത് ശബരിമലയിലെ ശാന്തിയാണ്, അതായത് അസിസ്റ്റന്റ് ശാന്തിയാണ് താനെന്ന രീതിയിലാണ് പറഞ്ഞ് വിശ്വസിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അവരെല്ലാം ശബരിമല വരുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ വലിയ സ്വാധീനമുണ്ട്, അവിടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും അവരെല്ലാം ഇത് വിശ്വസിക്കുകയും ചെയ്യും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരാണ്, അവർക്ക് ഇവിടെ മറ്റ് വ്യക്തിപരമായ കൂടുതൽ ബന്ധങ്ങളൊന്നുമില്ല. അവിടെ ഉദ്യോഗസ്ഥരുമായും ശബരിമലയിലെ മറ്റ് ഉന്നത സ്ഥാനീയരുമായൊക്കെ ആയിട്ട് വലിയ അടുപ്പവും സ്വാധീനവും ഒക്കെ ആയിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആ സന്നിധാനത്ത് വിരാജിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെല്ലാം വിചാരിക്കുന്നത് ഇയാൾ ഒരു വലിയ ആളാണ്, ഇവിടത്തെ ഒരു പ്രധാനപ്പെട്ട ആളാണ്. അങ്ങനെയാണ് ഈ സാമ്പത്തിക ഇടപാടുകളൊക്കെ തന്നെ നടന്നിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശബരിമലയിലെ സ്വർണം വിറ്റ് കാശാക്കിയെന്നത് നേരത്തെ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട വാർത്തയാണ്. ആ വിറ്റ് കാശാക്കിയത് 15 ലക്ഷത്തോളം രൂപയ്ക്കാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ പറ്റിച്ചിട്ടുണ്ട് ഈ ഭക്തി, അത് മാർക്കറ്റിൽ വിറ്റ് കാശാക്കിയിട്ടുണ്ട്. സ്വർണം എങ്ങനെയാണ് കൈമാറി പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഈ എത്ര രൂപയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ളത് ഗോവർദ്ധൻ പറയുന്നത്. ഈ SITക്ക് ഇതിനോടൊപ്പം തന്നെ മറ്റു കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഗോവർദ്ധൻ പറഞ്ഞിട്ടുണ്ട്? പ്രത്യേകിച്ച് ഈ ബംഗളൂരു, ഹൈദരാബാദ് ഒക്കെ കേന്ദ്രീകരിച്ച് പല ഇടപാടുകളും നടന്നിട്ടുണ്ടായിരിക്കുമല്ലേ. ഈ മറ്റു പല പേരുകളും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഗോവർദ്ധൻ വന്ന് മൊഴി നൽകിയിട്ടുണ്ട്. SIT ഇനി ഇവരിലേക്കൊക്കെ മറ്റു പലരിലേക്കുമൊക്കെ ഏത് വിധത്തിലായിരിക്കും നീങ്ങാനുള്ള സാധ്യത? അതോടൊപ്പം ഈ മറ്റു പല ബന്ധങ്ങളെ കുറിച്ചും ഈ ഗോവർദ്ധൻ പറഞ്ഞിട്ടുണ്ടോ? അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കയ്യിലുണ്ടോ?
പൂജ എന്തായാലും ഗോവർദ്ധനെ 2 തവണ SIT തിരുവനന്തപുരത്ത് വിളിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കൂടുതൽ തെളിവുകൾ SITക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 2019 നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. SITക്ക് മുന്നിൽ ആ ദേവസ്വത്തിന്റെ രേഖകളടക്കം പിടിച്ചെടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ ഈ സ്വർണ്ണപ്പാളികൾ ഇവിടെ നിന്ന് അഴിച്ചുകൊണ്ടുപോയതും അതിന് പിന്നിൽ നടന്നിട്ടുള്ള ഗൂഢാലോചനകളും ഒക്കെയാണ് മനസ്സിലാകുന്നത്. അതിനപ്പുറത്ത് ഈ സ്വർണം എങ്ങനെ കൈകാര്യം ചെയ്തു, മറ്റ് ഭക്തന്മാരിൽ നിന്ന് എങ്ങനെയാണ് ഇയാൾ വലിയ സാമ്പത്തിക വാങ്ങിയെടുത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഗോവർദ്ധനെ പോലെയുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നാണ് SITക്ക് മനസ്സിലായിരിക്കുന്നത്. ഇതിന് പിന്നിലെ ഉള്ളുകള്ളികൾ അതെല്ലാം ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ഇതൊരു ഈ ഗോവർദ്ധൻ മാത്രമല്ല, ഇതര സംസ്ഥാനത്തെ മറ്റു ചിലരും ഒരു നിർണായക സാക്ഷികളായി ഈ കേസിൽ മാറുന്നു എന്നതാണ്. അവർ കൃത്യമായി വിവരങ്ങൾ SITക്ക് കൈമാറിയിട്ടുണ്ട്, തെളിവുകൾ കൈമാറിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം തന്നെ ഈ സ്വർണ്ണ കൊള്ള അതെങ്ങനെയാണ് മുന്നോട്ട് പോയത്, ഇതിന് പിന്നിലെ ഗൂഢാലോചന എങ്ങനെയായിരുന്നു, ഏത് രീതിയിലാണ് ഇത് നടപ്പാക്കിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ SITക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇനി കൂടുതൽ അറസ്റ്റിലേക്ക് പോകുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിൽ വന്നെത്തി നിൽക്കുകയാണ്. അവിടെ നിന്ന് ഇനിയും മുന്നോട്ട് പോകേണ്ടി വരും. 5-ാം തീയതി SIT ഹൈക്കോടതിയിൽ അവരുടെ അടുത്ത റിപ്പോർട്ട് സമർപ്പിക്കാൻ പോവുകയാണ്. അതായത് 2ാമത്തെ ഇന്ററിം റിപ്പോർട്ട് സമർപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ SITക്ക് ശേഖരിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു നിർണായക ഘട്ടം അവർ പിന്നിട്ട് കഴിഞ്ഞു. അതായത് ശബരിമലയിൽ നിന്ന് കൊള്ള ചെയ്തു കൊണ്ടുപോയ സ്വർണം അത് കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കി എന്ന് പറയുന്നത് ഒരു നിർണായകമായ ഒരു ഘട്ടമാണ്. അതോടൊപ്പം തന്നെ അതിന് പിന്നിൽ എങ്ങനെയാണ് ഇവർ പ്രവർത്തിച്ചത്, ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ മുന്നോട്ട് പോയി, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ച ദേവസ്വം അധികൃതർ ആരൊക്കെ, ഇതെല്ലാം കൃത്യമായി വ്യക്തമായി. ഇനി 5-ാം തീയതി അടുത്ത ഇന്ററിം റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ, അതായത് സ്വർണം വിറ്റത് 15 ലക്ഷം രൂപയ്ക്കാണ്. പലപ്പോഴായിട്ടും ഈ 70 ലക്ഷത്തിലധികം രൂപ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇയാളുടെ പക്കൽ നിന്നും കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണല്ലോ ഇപ്പോൾ മൊഴിയായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഈ 70 ലക്ഷത്തിന്റെ ഒരു കണക്ക് എന്താണ്, ഏത് കാലങ്ങളിലൊക്കെ ആയിട്ട് എന്തെല്ലാം പേരിലാണ് ഈ പണം കൂടുതലായിട്ടും ഗോവർദ്ധന്റെ കയ്യിൽ നിന്നും കൈപ്പറ്റിയിട്ടുള്ളത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? പൂജ നമ്മൾ മനസ്സിലാക്കുന്നത് ശബരിമലയിലെ പല പൂജകൾ, അങ്ങനെ വഴിപാടുകൾ, അതിന്റെയൊക്കെ പേരിലാണ് ഇത്തരം വലിയ തുക പല ഘട്ടങ്ങളിലായി കൈപ്പറ്റിയിരിക്കുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. ഒരു വശത്ത് സ്വർണം വിറ്റ് ആ സ്വർണം കൊണ്ടുപോയി കൊടുത്ത് പണം വാങ്ങുന്നു. ഇത് കൃത്യമായും ഈ ശബരിമലയിലെ സ്വർണമാണോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല ഈ ഗോവർദ്ധൻ വാങ്ങിയിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കൊണ്ടുപോയി കൊടുക്കുന്നു, ആ സ്വർണം വാങ്ങി എടുക്കുന്നു, അതിനുള്ള പണം കൊടുക്കുന്നു. അയാൾ ഒരു ജ്വല്ലറി ബിസിനസ്സുകാരനാണ്. സ്വാഭാവികമായും ഈ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അതായത് 10 വർഷത്തിലേറെയായി ഇവർ തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ ഒരു ബന്ധം വെച്ചുകൊണ്ട് ശബരിമല സന്നിധാനത്ത് ഈ ഗോവർദ്ധൻ എത്തുമ്പോൾ തൊഴാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി നൽകുന്നു. അതോടൊപ്പം തന്നെ പൂജകൾക്കൊക്കെ ആയിട്ട് സ്വാഭാവികമായും ഇയാൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സമീപിക്കുന്നത്. പല പൂജകളുടെ പേരിൽ, അന്നദാനത്തിന്റെ പേരിൽ അങ്ങനെയൊക്കെയാണ് ഈ പണം വാങ്ങിയെടുത്തിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്വർണ്ണ കൊള്ള ചൂട് പിടിച്ചു വന്നപ്പോൾ, അതായത് ഇത് ഹൈക്കോടതി ഇടപെട്ട് ഒരു കേസിലേക്ക് പോകുമെന്നൊരു ഘട്ടമെത്തിയപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലെയും ബാംഗ്ലൂരിലുമൊക്കെ എത്തി അവിടെ ഇതുമായി ബന്ധമുള്ള ആൾക്കാർ, അതായത് ഇവരുടെ സ്പോൺസർമാരായി നിന്നവർ, അത്തരത്തിൽ ഈ കേസിൽ നിർണായക സാക്ഷികളായി മാറാൻ സാധ്യതയുള്ളവർ, അവരെ എല്ലാവരെയും കണ്ട് അവരെ പലതരത്തിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു. അവരിൽ നിന്ന് പണമടക്കം ആവശ്യപ്പെട്ടു തുടങ്ങിയ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സംഭവം പുറത്തായതിനു ശേഷം അത് പരമാവധി മറച്ചു പിടിക്കാൻ വേണ്ടി, പരമാവധി ആ തെളിവുകൾ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു എന്നതാണ് മനസ്സിലാവുന്നത്. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരം വരുന്നത് ഇങ്ങനെയാണ്. ഗോവർദ്ധനിൽ നിന്നും SITക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ എന്താണ് ഗോവർദ്ധൻ അവർക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. സ്വർണം വിറ്റത് 15 ലക്ഷം രൂപയ്ക്കാണ്. ശബരിമലയുടെ പേരിൽ തന്നെ പലപ്പോഴായിട്ട് 70 ലക്ഷത്തിലധികം രൂപ ഉണ്ണികൃഷ്ണൻ പോറ്റി വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഗോവർദ്ധൻ പറഞ്ഞിരിക്കുന്നത്. SITക്ക് മുന്നിൽ ഹാജരായി തെളിവുകളൊക്കെ കൈമാറിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ബിനിൽ സംസാരിച്ചത്.